ബീഹാറിലെ നളന്ദയിൽ 2025 ഓഗസ്റ്റിനാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അവിടെയായിരുന്നു 23 വയസ്സുള്ള പിന്റു കുമാർ എന്ന് പറയുന്ന പയ്യൻ ജനിച്ചു വളർന്നത്. ഒരു സാധാരണ ജീവിതമായിരുന്നു ആ ഒരു പയ്യൻ നയിച്ചിരുന്നത്. എന്നാൽ ഓഗസ്റ്റ് 10, 2025 എല്ലാം തന്നെ തകിടം മറിയുകയായിരുന്നു. അതായത് അതിനുശേഷം ആ ഒരു പയ്യനെ ആരും തന്നെ കണ്ടിട്ടേയില്ല. ചുരുക്കം പറഞ്ഞ ആ ദിവസത്തിന് ശേഷം പിന്റു മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ആളുകൾ അന്വേഷിച്ചു പിന്റുവിനെ, എന്നാൽ എവിടെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ഇടയിൽ നാട്ടിൽ തന്നെ സംസാരമായി. ചില ആളുകൾ പറഞ്ഞത് പിന്റു ജോലി അന്വേഷിച്ച് വേറെ ഗ്രാമത്തിലോട്ട് പോയെന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞത് ഏതോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോയെന്നാണ്. എന്നാൽ ചില ആളുകൾ ഇതൊന്നുമല്ലാത്ത പല കാര്യങ്ങളും മുറുമുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർ പറയുന്നതിൽ എന്തായിരിക്കും ശരി, അതുപോലെ തന്നെ എന്തായിരിക്കും തെറ്റ്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിന്റു കുമാറിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ പയ്യന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ടും തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പിന്റു കുമാറിൻ്റെ അച്ഛൻ്റെ പേര് ശ്യാംറാം എന്നായിരുന്നു, അമ്മയുടെ പേര് നീലു എന്നും. അപ്പോൾ ഈ ഒരു ശ്യാംറാമിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ലൈഫിൽ ബന്ധങ്ങളൊന്നും അത്ര നല്ല രീതിയിലായിരുന്നില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്യാംറാമിന് വിവാഹപ്രായം എത്തിയപ്പോൾ വീട്ടുകാർ കല്യാണാലോചന തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ആലോചന വരികയാണ്. അങ്ങനെ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച പ്രകാരം വിവാഹവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞാണ് പിന്റു കുമാർ. എന്നാൽ അതിനുശേഷം അധികം കാലം ആ ഒരു സ്ത്രീ ജീവിച്ചിരുന്നില്ല. അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ആ വീട്ടിൽ പിന്നീട് ഈ ഒരു ശ്യാംറാമും പിന്റുവും ഒറ്റക്കാവുകയായിരുന്നു. തീ കൊളുത്തിയാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് റിപ്പോർട്ട്സിൽ പറയുന്നത്. അപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ശ്യാംറാമിൻ്റെ ജോലി ഡൽഹിയിലായിരുന്നു. ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഡൽഹിയിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ആൾ. അപ്പോൾ അവിടെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. മാസങ്ങൾ അവിടെ ആയിരിക്കും, പിന്നെ ലീവിന് മാത്രമേ നാട്ടിലോട്ട് വരുള്ളൂ. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ആളുടേത്. അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് ആൾ വേറൊരു സ്ത്രീയെ പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് പ്രണയത്തിലാവുമായിരുന്നു. അതായത് ആൾക്ക് ഡൽഹിയിൽ വേറൊരു അഫയർ ഉണ്ടായി. ആ ഒരു അഫയർ വളരെ സീക്രട്ട് ആയിട്ട് തന്നെയായിരുന്നു ആൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. എന്നാൽ ഗ്രാമത്തിലെ ചില ആളുകൾ അത് അറിയുകയായിരുന്നു. പതിയെ പതിയെ ആ ഒരു വാർത്ത ഗ്രാമം മുഴുവനും അറിഞ്ഞു. ആളുടെ വൈഫിന്റെ ചെവിയിലും എത്തി. അതിനുശേഷം ഈ ഒരു കാര്യം പറഞ്ഞ് ഇവർ തമ്മിൽ അടിയാവുകയായിരുന്നു. പിന്നീട് അധിക കാലമൊന്നും ആ ഒരു സ്ത്രീ ജീവിച്ചിരുന്നില്ല. അവർ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. എന്നാൽ അതിലും ഭീകരമായ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്യാംറാം തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആ സ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങുകളും മറ്റും നടത്തുകയാണ്. അതായത് ഒരു 2-3-4 മണിക്കൂറിനുള്ളിൽ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നാട്ടിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയി. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം സംഭവിക്കേണ്ടിയിരുന്നത്? ഇവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം, ഓട്ടോപ്സി ചെയ്യണം, പോലീസിനെ വിവരം അറിയിക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. നാട്ടുകാർ പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തില്ല. അപ്പോൾ ആളുടെ സൗകര്യപ്രകാരം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഇതിനൊക്കെ ശേഷമാണ് പോലീസിനെ നാട്ടുകാരിൽ ആരോ ചില ആളുകൾ വിവരം അറിയിക്കുന്നതും അതിനുശേഷം പോലീസുകാർ വരുന്നതും. പോലീസുകാർ വന്ന് നോക്കുന്ന ടൈമിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ല. അതായത് ചാരമായിട്ടുണ്ടായിരുന്നു അവർ. ആ ഒരു സിറ്റുവേഷനിലാണ് പോലീസുകാർ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ നാട്ടുകാരിങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ആളെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നാൽ ചോദ്യം ചെയ്തതിന് ശേഷം അയാളെ വിട്ടയക്കുകയും ചെയ്തു. ഈ ഒരു ഇൻസിഡന്റ് നാട്ടിൽ മുഴുവൻ സംസാര വിഷയമാവുകയാണ്. ആളുകൾ ഇതിനെക്കുറിച്ച് 2 തരത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഒരു പറ്റം ആളുകൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആത്മഹത്യ തന്നെയാണ് ചെയ്തതെന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ വേറൊരു പറ്റം ആളുകൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്യാംറാം ആ ഒരു സ്ത്രീയെ കൊന്നതാണെന്നുള്ള തരത്തിലായിരുന്നു. യെസ്, ആള് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി അതിനുശേഷം തെളിവുകളും മറ്റൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേഗം ശവസംസ്കാരവും നടത്തി. അപ്പോൾ ജനങ്ങൾ ഇത്തരത്തിൽ ഇയാളെ സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കേസിൻ്റെ ആ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിലും ശരിയില്ല എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ആ ഗ്രാമത്തിൽ ആ ഇൻസിഡൻസും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടായത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ ചർച്ചയുടെ ചൂടൊക്കെ ആറി ആളുകളൊക്കെ കൂൾ ഡൗൺ ആയി. അപ്പോഴാണ് അടുത്ത ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ ശ്യാംറാം 2ാമത് വിവാഹം കഴിക്കുകയാണ്. ഇയാൾ വിവാഹം കഴിച്ചത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് അഫെയറിലുണ്ടായ സ്ത്രീയെ തന്നെയായിരുന്നു. യെസ്, ഡൽഹിയിൽ വെച്ചിട്ട് അഫെയറിലുണ്ടായിരുന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് ആൾ ഗ്രാമത്തിലോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ആളുകൾ പിറുപിറുത്തു. എന്നാലും പറഞ്ഞു, ഓക്കെ, ആ ഒരു കുഞ്ഞൊറ്റക്കല്ലേ, അപ്പോൾ ആ ഒരു കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ, എന്തായാലും ആൾ ചെയ്തത് നന്നായി എന്നുള്ളൊരു തരത്തിലാണ് ആളുകൾ പൊതുവേ പറഞ്ഞത്. എന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ മര്യാദക്ക് മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല. ആ ഒരു റിലേഷൻഷിപ്പിലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്.
കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണ്. ശ്യാംറാം ഡൽഹിയിലും അതുപോലെ തന്നെ ആളുടെ വൈഫും മകനും നാട്ടിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്യാംറാമിന് ഗ്രാമത്തിൽ നിന്നൊരു കോള് വരികയാണ്. ആ ഒരു കോളിൽ പറഞ്ഞ വാർത്ത കേട്ട് ആള് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ വൈഫിനെ കാണാനില്ല. അവർ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഓടിപ്പോയി. അവരൊറ്റക്കാണോ പോയത്, ആരെങ്കിലും പ്രണയിച്ചിട്ട് കൂടെ പോയതാണോ, എങ്ങോട്ടാണ് പോയത്, ആരുടെ കൂടെയാണ് പോയതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയില്ല. അവരെ ഒരൊറ്റ ദിവസം പെട്ടെന്നുകൊണ്ട് തന്നെ കാണാതാവുകയായിരുന്നു. അങ്ങനെ ആളുടെ രണ്ടാമത്തെ വൈഫും പോയി. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞു 2014 ആള് മൂന്നാമത്തെ വിവാഹം കഴിക്കുകയാണ്. ആ സമയത്ത് പിന്റുവിന് ഏകദേശം ഒരു 12-13 വയസ്സായിരുന്നു പ്രായം. ആ ഒരു ഭാര്യയുടെ പേരാണ് നീലു. നീലുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നീട് അവർ സെപ്പറേറ്റ് ആവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ശ്യാംറാം ആ സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീയെ കണ്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചു. അതിനുശേഷം വിവാഹം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് രണ്ടുപേരും എത്തുകയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. പിന്നെ വീട്ടിൽ ആ ഒരു സ്ത്രീ വന്ന് കയറിയപ്പോൾ ഒരു പുതിയ എന്താ പറയുക, ഒരു ഭാര്യ വന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു രീതിയിലും ആയിരുന്നില്ല അവർ പെരുമാറിയിരുന്നത്. വളരെ യൂസ് ടു ആയിട്ടുള്ള രീതിയിലായിരുന്നു. അതായത് അവർ പെട്ടെന്ന് തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ നാട്ടുകാർ വീണ്ടും പറഞ്ഞു, ഓക്കെ ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ശ്യാംറാമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് സെറ്റിൽ ആയിക്കോളും ആളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ വിചാരിച്ചു. കാരണം ആ ഒരു സ്ത്രീ അത്രത്തോളം കേപ്പബിൾ ആയിട്ടായിരുന്നു അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ബിഹേവ് ചെയ്തത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 2025 സാധാരണഗതിയിൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ഫാമിലിയിലും ഉണ്ടായിരുന്നു. എന്നാലും വലിയ രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അതിനുശേഷം ഉണ്ടായിരുന്നില്ല ഈ 2025 വരെ. 2025 ഓഗസ്റ്റ് 12 ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. വളരെ സീക്രട്ട് ആയിട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. ഒരു അനോണിമസ് ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അവരുടെ അലിഗേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്യാംറാം എന്ന് പറയുന്ന ആള് തൻ്റെ സ്വന്തം മകനായിട്ടുള്ള പിന്റു കുമാറിനെ കൊലപ്പെടുത്തിയെന്നും ആളുടെ ഭാര്യയായിട്ടുള്ള നീലുവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഗംഗയിൽ കൊണ്ടുപോയിട്ട് ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്തു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായിട്ട് നാട്ടുകാരോട് പോലീസുകാർ ചോദിച്ചു എന്തിനാണ് അയാൾ ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തതെന്നുള്ളത്. അപ്പോൾ നാട്ടുകാർ അവരുടെ സംശയം പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പോലീസിനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ ആ ഒരു ഗ്രാമത്തിലോട്ട് എത്തുകയായിരുന്നു. നേരെ പിന്റു കുമാറിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിന്റു എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പിന്റു എവിടെയെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വില്ലേജിൽ ജോലിക്ക് പോയി എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ പോലീസുകാർ അടുത്ത വില്ലേജുകളിലും മറ്റും എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് നുണയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. ഇതിനിടയിൽ പോലീസുകാർ ആ പയ്യൻ്റെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ പയ്യൻ്റെ ഫോൺ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ പോലീസിന് വീണ്ടും സംശയം കൂടാണ്. അങ്ങനെ അവർ FIR ഇട്ടു. അതിനുശേഷം ഈ ഒരു ശ്യാംറാമിനെയും അതുപോലെ തന്നെ നീലു എന്ന് പറയുന്ന ആളുടെ ഭാര്യയെയും പിന്നെ ഈ ഒരു ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളിക്കാരുണ്ടല്ലോ ആളെയും ഇവർ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ട ക്വസ്റ്റ്യൻ ചെയ്യലിൽ ആരും ഒന്നും സമ്മതിച്ചില്ല കേട്ടോ. എന്നാൽ ആ ഒരു ഡ്രൈവറിനെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൾ പല കാര്യങ്ങളും തുറന്നു പറയുകയായിരുന്നു. ഓഗസ്റ്റ് 10 ആയിരുന്നു ആ ഒരു കൃത്യം നടന്നത്. അതായത് അന്നത്തെ ദിവസം ഈവനിങ് ടൈമിൽ ഇവർ ആ ഒരു ഡ്രൈവറെ വിളിക്കുകയായിരുന്നു വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടിയാണ് ആ ഒരു പയ്യൻ്റെ ബോഡി ആ വണ്ടിയിൽ കയറ്റുന്നതും അതിനുശേഷം ആ ഒരു ഗംഗാ റിവറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ആ ഒരു ബോഡി അവിടെ ഡിസ്പോസ് ചെയ്യുന്നതും. ഇതൊക്കെ താൻ കണ്ടുവെന്നും അതുപോലെ തന്നെ അതിന് കൂട്ടുനിൽക്കാനായിട്ട് ഇവർ രണ്ടുപേരും തനിക്ക് അത്യാവശ്യം പണം തന്നുവെന്നും ഇയാൾ പോലീസിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു വിവരം കിട്ടിയ പോലീസ് നേരെ ഗംഗാ നദി സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് എക്സ്പേർട്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി അവിടെ മുങ്ങിത്തപ്പി. എന്നാലും നിങ്ങൾക്കറിയാം അത്ര വലിയ നദിയാണ്, അതിൻ്റെ ഫ്ലോവും കാര്യങ്ങളൊക്കെ. ആ ഒരു ബോഡി അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. ഒരുപാട് മണിക്കൂറുകൾ പോലീസുകാർ ആ ഒരു ഏരിയയും അതിന് ചുറ്റുള്ള എല്ലാ ഏരിയയും അരിച്ചു പറക്കി. എന്നാലും ആ ഒരു പയ്യൻ്റെ ബോഡിയുടെ ഒരു എന്താ പറയുക ഒരു ക്ലൂ പോലും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇത്തരത്തിലുള്ള കേസുകളിലും മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരാൾ മരിച്ചു എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡി വേണമല്ലോ. എന്നാൽ ഈ ഒരു കേസിൻ്റെ സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കുറച്ച് സാക്ഷികളുണ്ട്. അതായത് ഈ ഡ്രൈവർ ഓൾറെഡി പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടിയാണ് അത്തരത്തിലുള്ളൊരു ബോഡി ഡിസ്പോസ് ചെയ്തതെന്നുള്ളത്. അതുപോലെ തന്നെ നാട്ടുകാരിൽ ചിലർക്ക് സംശയം ഉണ്ടായിട്ടാണല്ലോ പോലീസിനെ വിവരം അറിയിച്ചത്. അവരും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കണ്ടു അറിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അതെന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ശ്യാംറാമിനെയും നീലുവിനെയും പോലീസുകാർ നല്ല രീതിയിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്.
അപ്പോഴൊന്നും അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. അതായത് തങ്ങൾക്ക് ഈ ഒരു പിന്റുകുമാർ അവിടെ പോയെന്ന് അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു അപ്പോൾ അവർ മറുപടി പറഞ്ഞത്. അതായത് ആ ഒരു പയ്യൻ വീട് വിട്ട് ഓടിപ്പോയി, എങ്ങോട്ട് പോയെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു ഡ്രൈവറുടെ മൊഴി, അതേപോലെ തന്നെ നാട്ടുകാരുടെ മൊഴി, എല്ലാ കാര്യങ്ങളും ഇവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ ഇവരെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സത്യം ഇവർക്ക് മറച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് എത്തിയത്. അപ്പോൾ ഈ ഒരു ശ്യാംറാമിൻ്റെ മൂന്നാമത്തെ വിവാഹം കഴിയുമ്പോൾ, അതായത് നീലുവിനെ വിവാഹം കഴിക്കുമ്പോൾ ഈ പിന്റുവിന് ഏകദേശം 13 വയസ്സായിരുന്നു പ്രായം. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു പോയി, പിന്റു വലുതായി. ഈ ശ്യാംറാമിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആള് ഡൽഹിയിൽ ഒരു കമ്പനിയിലായിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആള് ജോലിക്കായിട്ട് പോവും, മാസങ്ങളിൽ ആള് ഇടയ്ക്കേ ലീവിന് വരുള്ളൂ. ഒരു 3-4 മാസം കൂടുമ്പോൾ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു 5-6 മാസം കൂടുമ്പോൾ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും. അങ്ങനെയായിരുന്നു ആൾ നാട്ടിലോട്ട് വന്നിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. ഇവർ നല്ല രീതിയിൽ ക്ലോസ് ആവുകയാണ്. എന്നാൽ സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ ക്ലോസ്നെസ് കുറച്ചധികം കൂടുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. നാട്ടുകാർ നോക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. അതായത് ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് അല്ല ഇവർക്കിടയിലുള്ളത് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു സംസാരം നാട്ടിലുണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. പതിയെ ആ ഒരു കാര്യം ഇയാളറിയാണ്. അതായത് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ശ്യാംറാമിൻ്റെ ചെവിയിൽ ഈ ഒരു കാര്യം എത്തി. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. പിന്നെ ശ്യാംറാം കാര്യങ്ങൾ കൂടുതലായിട്ട് ഗവനിക്കാനായിട്ട് തുടങ്ങി. എന്തിനേറെ പറയുന്നു, ഒരു ദിവസം ഇവരെ രണ്ടുപേരെയും അയാൾ കൈയോടെ പിടികൂടുകയായിരുന്നു. അത്രത്തോളമൊക്കെ ആയപ്പോൾ വീട്ടിൽ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീലു ശ്യാംറാമിൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകളാണ്. ഞാനല്ല ഇതിന് കാരണം, പിന്റുവാണ് ഇതിന് കാരണം. എനിക്ക് നിസ്സഹായമായിട്ട് ആളുടെ മുന്നിൽ വഴങ്ങിക്കൊടുക്കല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്നെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവൻ എൻ്റെ മേൽ ഇത്തരത്തിലുള്ള അധികാരം സ്ഥാപിച്ചെടുത്തത്. എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവന് വഴങ്ങി കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് എന്നുള്ളൊരു തരത്തിൽ ആള് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. ഈയൊരു വിവരം ശ്യാംറാം വിശ്വസിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ തൻ്റെ മകനായിട്ടുള്ള പിന്റുകുമാറിൻ്റെ അടുത്ത് ആൾക്ക് ദേഷ്യം അധികരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് തൻ്റെ മകനെ കൊല്ലാമെന്ന് ആൾ തീരുമാനിക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യാമെന്ന് ഭാര്യയേറ്റു. അങ്ങനെ ആളെ അവർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു പയ്യനെ കൊലപ്പെടുത്തിയല്ലോ, അതിനുശേഷം ബോഡി ഡിസ്പോസ് ചെയ്യണമല്ലോ, അതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇവർ ആലോചിച്ചു. അപ്പോഴാണ് നദിയിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് ഒഴുക്കിക്കളയാം, അപ്പോൾ പെട്ടെന്നുകൊണ്ട് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കില്ല, പയ്യൻ നാട് വിട്ടു പോയി എന്ന് നമുക്ക് പറയാം, വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് അവർ കരുതുന്നത്. അങ്ങനെയാണ് അവർ ആ ഒരു ഡ്രൈവറെയും വണ്ടിയെയും വിളിക്കുന്നതും അതുപോലെ തന്നെ ആൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സെറ്റാക്കിയിട്ട് ആ ഒരു ബോഡിയും കൊണ്ട് അവർ റിവർ സൈഡിലോട്ട് പോകുന്നതും അതുപോലെ തന്നെ ഈ ഒരു പയ്യൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യുന്നതും. പോലീസുകാർ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആ ഒരു ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ 3 പേരും ഇപ്പോൾ ജയിലിൽ തന്നെയാണ്. അതായത് ഈ ഒരു പിന്റുവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഇവരെ ഹെൽപ്പ് ചെയ്ത ആ ഒരു ഡ്രൈവറും. ഈ ഒരു ഇൻസിഡൻറ്റ് പുറത്തു വന്നതിന് ശേഷം നാട്ടിൽ ഇതേപോലെ തന്നെ പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു പിന്റുകുമാർ തന്നെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതായത് പിന്റുകുമാർ എന്ന് പറയുന്നത് തൻ്റെ സ്റ്റെപ്പ് സൺ തന്നെ റേപ്പ് ചെയ്താണ് എന്നുള്ള രീതിയിലാണല്ലോ ഇവർ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും അതുപോലെ തന്നെ പോലീസിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഇവർ തമ്മിലൊരു അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അഫെയർ ഹസ്ബൻഡ് പിടിച്ച സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു നീലു എന്ന് പറയുന്ന സ്ത്രീ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പയ്യൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ 3 പേരും ഇപ്പോൾ ജയിലിലുമാണ്. ഈ ഒരു കേസിൽ ഇനി എന്തൊക്കെ ഫർദർ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.